നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ബീഫ് മാത്രമല്ല, ചിക്കനോ മത്സ്യമോ എന്തിനാ മുട്ട പോലും കിട്ടാത്ത സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരമായ ലക്നൌ. വ്യാപാരികൾ കടയടപ്പ് സമരം തുടങ്ങിയതോടെ സസ്യഭുക്കുകളാകാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇവിടെയുള്ളവർ. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഉടനെ സംസ്ഥാനത്തെ അറവുശാലകൾക്കെതിരെ നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികൾ കടയടപ്പ് സമരം ആരംഭിച്ചത്. മത്സ്യമാംസങ്ങൾ ലഭിക്കുന്ന സംസ്ഥാനത്തെ 80% കടകൾക്ക് വെള്ളിയാഴ്ച താഴിട്ടതോടെ വിവിധ സംഘടനകൾ കടയടപ്പ് സമരം ആരംഭിക്കുകയായിരുന്നു. അവസരം മുതലെടുത്ത് കഴിഞ്ഞയാഴ്ച വരെ വില കുറഞ്ഞു നിന്നിരുന്ന പച്ചക്കറികൾക്ക് വില കുത്തനെ കൂടാനാണ് സാധ്യത. അനിശ്ചിതകാല സമരമായതിനാൽ വെള്ളിയാഴ്ച തന്നെ കടയിലെ സ്റ്റോക്ക് വിറ്റഴിക്കാൻ കടക്കാർക്ക് സംഘടന നിർദ്ദേശം നൽകിയിരുന്നു. ഇറച്ചിക്കടയുടമകൾ സർക്കാരിന്റെ പുതിയ നീക്കത്തിനെതിരെ പൊതുയിടങ്ങളിൽ ശബ്ദിക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല. ഇറച്ചിക്കട വ്യാപാരികളെ ആശ്രയിച്ച് വിപണനം നടത്തുന്ന ഹോട്ടലുകാരെയും ഒരു വലിയ വിഭാഗം ജനതയെയും സർക്കാരിന്റെ നീക്കം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിനെതിരെയാണ് വിവിധ സംഘടനകൾ ശക്തമായ പ്രതിഷേധ സമരവുമായി രംഗത്തു വന്നിരിക്കുന്നത്. അനധികൃത അറവുശാലകൾക്കെതിരായ നീക്കത്തിനു പിന്നാലെ ഉത്തർപ്രദേശിലെ മൃഗശാലകളും പ്രതിസന്ധിയിലായിരുന്നു. 8 മുതൽ 10 കിലോ വരെ പോത്തിറച്ചിയാണ് ഓരോ മൃഗശാലയിലെയും സിംഹങ്ങളടക്കമുള്ള മാംസബുക്കുകളായ മൃഗങ്ങൾക്ക് ദിവസവും നൽകുന്നത്. എന്നാൽ അനധികൃത അറവുശാലകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇവയുടെ കാര്യം കഷ്ടത്തിലായിരിക്കുകയാണ്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.